ഡോക്ടറെ, എന്റെ മോക്ക് എന്ത് പറ്റിയതാ? അവൾക്ക് എന്തെങ്കിലും രോഗമാണോ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ആ കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു 2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകാം. നിങ്ങളാരാ? ആ കുട്ടിയുടെ ഹസ്ബൻഡാണോ? അതെ ഡോക്ടർ. അപ്പൊ പിന്നെ നിങ്ങളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ടിപ്പോ എത്ര നാളായി? 2 വർഷമായി. എന്താ ഡോക്ടർ? സാരമില്ല, ഇതിപ്പോ അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. എന്താ ആ കുട്ടി രാവിലെ കഴിച്ചത്? ദോശ കഴിച്ചായിരുന്നു. പിന്നെ പപ്പായയും പൈനാപ്പിളും മിക്സ് ചെയ്ത് ഒരു ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസോ? ആ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിക്ക് നിങ്ങളല്ലാതെ ആരെങ്കിലും പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കുവോ? അതും പപ്പായ മിക്സ് ചെയ്ത്. ചുമ്മാതല്ല പ്രഗ്നൻസി അബോർഷനായി പോയത്. ഡോക്ടർ എന്താ പറഞ്ഞത്? ആ കുട്ടി ഗർഭിണിയായിരുന്നു. ആ പൈനാപ്പിൾ ജ്യൂസ് കഴിച്ച ഒറ്റ കാരണം കൊണ്ടാ അത് അബോർഷനായി പോയത്. അയ്യോ ഡോക്ടറെ, ഞങ്ങളത് അറിഞ്ഞില്ല. അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്മയാണോ അവൾക്ക് ആ ജ്യൂസ് കൊടുത്തത്? ഓ, ചതിയായി പോയല്ലോ. എടാ, ഞാൻ ഗർഭിണിയാണെന്നുള്ള ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. എന്റെ കുഞ്ഞു പോയല്ലോ. ഓ, അമ്മ ഒറ്റ ഒരുത്തിയാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എടാ, ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഇനിയിപ്പോ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാതെയാണെങ്കിലും പറ്റിപ്പോയില്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇപ്പോ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു കുഴപ്പമില്ല. ഈശ്വരൻ ഇനി അനുഗ്രഹിക്കും. അങ്ങനെ സമാധാനിക്കേ. എന്തിനാ കുട്ടി ആ ജ്യൂസ് കുടിച്ചത്? ഒരു ജന്മത്തിന്റെ സൗഭാഗ്യം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് അതുകൊണ്ടല്ലേ? ഈ ജ്യൂസ് കുടിച്ചു കഴിയുമ്പം അവളുടെ ഗർഭം വെളിച്ചത്ത് വരും. വയറ്റിൽ അവക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഇതോടെ ആ കുഞ്ഞിന്റെ കഥ കഴിയും. ഇനി അഥവാ ഗർഭമില്ലെങ്കിലോ എല്ലാവരുടെ മുമ്പിൽ അവളുടെ കള്ളി വെളിച്ചത്താവും. ഞാൻ എന്തായാലും ഇതുകൊണ്ട് അവക്ക് കൊടുത്തിട്ട് വരാം. ബാക്കിയുള്ളത് ഞാൻ കുടിക്കാം. നല്ല പൈനാപ്പിളും പപ്പായയും. ഇത് മതി അവളുടെ ഗർഭം കലക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇങ്ങനൊരു ചതി എനിക്ക് തന്നെ കിട്ടിയില്ല ഈശ്വര. കരഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ഇനിയും ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ശ്രദ്ധിച്ചാ മതി. ഗൗരി, രാജീവേട്ട, നമ്മുടെ കുഞ്ഞു പോയി. രാജീവേട്ട, ഗൗരി കരയല്ലേ. ആശ്വാസത്തിന് ഞാൻ എന്തോ പറയണ്ടേ? നീ അറിഞ്ഞോണ്ട് പറ്റിയൊന്നും അല്ലല്ലോ. നമുക്കത് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി മോളെ. മതി, എനിക്കിനി ജീവിക്കണ്ട. എല്ലാവരും കൂടെ ചേർന്ന് എന്റെ കുഞ്ഞിന്. ഗൗരി മോളെ, അത് ഞാൻ മാത്രമല്ലല്ലോ, നീയും കൂടെ ചേർന്നല്ലേ ചെയ്തത്. ചക്കിന് വെച്ചത് ഇങ്ങനെ നിനക്ക് വന്ന് കൊള്ളൂന്ന് ആരെങ്കിലും അറിഞ്ഞോ? അല്ല, എന്നിട്ട് ആ ജ്യൂസ് കുടിച്ചിട്ട് അവക്കൊന്നും പറ്റിയില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? അവള് ഗർഭിണി അല്ലെന്നല്ലേ? അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് അവളുടെ കാര്യം കേൾക്കണ്ട. ഞാനിനി എങ്ങനെ വീട്ടിലോട്ട് ചെല്ലും?
അവളുടെ കളിയാക്കലും പരിഹാസവും കേട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അതൊന്നും സാരമില്ല ഗൗരി, നീ വിഷമിക്കാതിരുന്നാ മതി. ഇനി ഇങ്ങനെ സംഭവിക്കാതെ നമുക്ക് നോക്കാം. മിണ്ടാതൊന്ന് പോകുന്നുണ്ടോ? സിദ്ധം പറഞ്ഞ കുഞ്ഞായിരുന്നു അത്. ഞാൻ അറിയാതെ കൊന്നു കളഞ്ഞല്ലോ ദൈവമേ. അവളെ ഞാൻ വിടില്ല, നോക്കിക്കോ. അങ്ങനെ അവളുടെ കുഞ്ഞ് മാത്രം ആ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കില്ലാത്ത കുഞ്ഞ് അവൾക്കും വേണ്ട. എനിക്കിനി ജീവിക്കണമെന്നേ ഇല്ല അമ്മ. മോളെ കരയരുത്, സമാധാനിക്കടി, തളരരുത്. ദാ ഇവനിങ്ങനെ മല പോലെ നിൽക്കുകയല്ലേ. എന്താ കേട്ടത്? ആരും എടുക്കുന്നില്ലേ? ഇല്ല, രാജീവിന്റെ അമ്മയുടെ നമ്പർ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. എന്നാലും ഗൗരിയച്ചയ്ക്ക് എന്ത് പറ്റുമായിരിക്കും? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വയറുവേദന വരാൻ എന്താ കാരണം? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. നിലവിളി കേട്ട് ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഗൗരിയും ഭാനുമതി അമ്മായിയും പുറത്തുണ്ട്. ഞാൻ കൂടി ചെല്ലാന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിച്ചുമില്ല. അവിടെയും വാശി. ഇനി എന്നാണാവോ ഇവരുടെയൊക്കെ മനസ്സിലെ കുശുമ്പ് ഗുന്നായ്മയൊക്കെ ഇല്ലാതാവുന്നേ? അതിന്റെയൊക്കെയാ ഈ അനുഭവിക്കുന്നത്. നീ വാ, നമുക്ക് അച്ഛനോട് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറയാം. വാ. ശരി ഡോക്ടർ. അച്ഛാ, നമുക്കൊന്ന് ആശുപത്രി വരെ പോവാം. ഗൗരി ആശുപത്രി പോയിട്ട് ഇതുവരെ ഒരു വിവരം അറിഞ്ഞില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അവർ ആശുപത്രിയിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക. അവർ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എനിക്ക് പരിചയമുള്ളവരാ. അവരിപ്പോ എന്നെ വിളിച്ചിരുന്നു. അതെയോ? അവക്ക് എന്താ പറ്റിയത്? ഡോക്ടർ എന്ത് പറഞ്ഞു? അച്ഛൻ എന്താ ഒരു ടെൻഷൻ? എന്തു പറ്റി അച്ഛാ? മോളെ, ഗൗരിയുടെ പ്രഗ്നൻസി അബോർഷനായി. പ്രഗ്നൻസിയോ? അതിന് ഗൗരിയച്ച ഗർഭിണിയായിരുന്നോ? അതെ, പക്ഷേ അത് അവള് പോലും അറിഞ്ഞില്ല എന്ന് മാത്രം. ഇത് വല്ലാത്തൊരു ഭാഗ്യക്കേടായി പോയല്ലോ അച്ഛാ. എന്ത് ചെയ്യാൻ കഴിയും? ഈശ്വരൻ ഓരോന്ന് വിധിക്കുന്നു. നമ്മളൊക്കെ അതനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാ. കുറച്ച് വിവരക്കേടും എടുത്തിയാട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവളും എൻ്റെ മോള് തന്നെയാ. അവൾക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാ. ഈ വീട്ടിൽ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ അവളും ഒരുപാട് ആഗ്രഹിച്ചാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് ദൈവം അറിഞ്ഞു കൊടുത്ത ശിക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കായിരുന്നല്ലോ അഹങ്കാരം. അങ്ങനെ പറയല്ലേ നന്ദിനി. അവളീ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ അവളുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതിയാ മതി. നന്ദിനി, നീ പറഞ്ഞത് ശരിയാ. അവൾ കാണിച്ചത് അഹങ്കാരം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ മോളല്ലേ. ഈ വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞല്ലേ ഇല്ലാതായി പോയത്. സ്വാതിയുടെയും നിന്റെയും കുഞ്ഞുങ്ങളെപ്പോലെ ആ കുഞ്ഞും ഈ വീട്ടിൽ വളരേണ്ടതല്ലേ. സ്വാതിയുടെ വയറ്റിലുള്ള ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ ദുഃഖം തന്നെയല്ലേ ഇപ്പൊ ഗൗരിയുടെ കാര്യത്തിലുണ്ടായത്. പതുക്കെ.
പതുക്കെ പോ. സൂക്ഷിച്ച്. ആ ഏട്ടത്തിക്കിട്ട് പണിയെ നോക്കിയിട്ട് സ്വയം പണി വാങ്ങിച്ചോണ്ടുള്ള വരവ് കണ്ടോ? അങ്ങനെ പറയില്ല നന്ദിനി. അവക്ക് നല്ല സങ്കടം കാണും. നമ്മൾ രണ്ടുപേരും ഈ ദുഃഖം അനുഭവിച്ചവരാ. അത് നീ മറക്കരുത്. വാ മോളെ. പതുക്കെ. മോളെ, നിനക്ക് വിഷമമുണ്ടാവുന്ന അച്ഛനറിയാം. പക്ഷേ സഹിച്ചല്ലേ പറ്റൂ. രാജുവേട്ടാ, എന്തോ എനിക്കൊന്ന് കിടക്കണം. എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോവാ. വാ. ഗൗരി വാ, ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോവാം. വേണ്ട, എനിക്കറിയാം നിന്റെയൊക്കെ മനസ്സിലിപ്പോ സന്തോഷം തന്നെ ആയിരിക്കും അല്ലേ? അതൊക്കെ മറച്ചു വെച്ചിട്ട് എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട. ഗൗരി, നീ ഇങ്ങനെ വിഷമിക്കാതെ. അതെ, ദേ എത്രയൊക്കെ ശത്രു ആയാലും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയല്ല. നല്ല വാക്ക് പറഞ്ഞാലും കുറ്റമാവോ? അതെ, ആരുടെയും സഹതാപം എനിക്ക് വേണ്ട. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മനസ്സിലെ ദുഷ്ടത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഗൗരിച്ചി, ദൈവം തന്ന മുന്നറിയിപ്പാ ഇത്. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. നന്ദിനി, ദേ ഇങ്ങനൊന്നും പറയരുത്. ഗൗരി ആകെ വിഷമിച്ചാ വന്നിരിക്കുന്നത്. ചെയ്തു കൂട്ടിത് അത്രക്കല്ലേ? നന്ദിനി മതി. രാജീവേ, ഗൗരി മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്ത്. രാജുവേട്ടാ, പോയി കിടന്നു മോളെ. വാ, പതുക്കെ. തട്ടരുത്, വീഴല്ലേ. വാ, സൂക്ഷിച്ച്. അമ്മായിയൊന്ന് നിന്നേ. ഈ അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറയാതിരിക്കാൻ വയ്യ. എനിക്ക് നന്ദിനിക്കൊക്കെ ഈ അവസ്ഥ വന്നപ്പോ കൈകൊട്ടി ചിരിച്ചവരാ അമ്മായിയും ഗൗരിയൊക്കെ. അന്ന് ഞങ്ങളത് ക്ഷമിച്ചു. പക്ഷേ ദൈവം ക്ഷമിച്ചില്ല. അതിന്റെ ഫലമായിരിക്കും ഇപ്പൊ കിട്ടിയ ഈ ദുഃഖം. ഇനിയെങ്കിലും മനസ്സിലെ ദുഷ്ടത്തരമൊക്കെ മാറ്റണം. എന്നിട്ട് മനുഷ്യരെ പോലെ ജീവിക്കാൻ നോക്ക്. അമ്മായിക്കിപ്പോ ഒന്നും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് അമ്മയോട് ഒരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് മകനെയും മരുമോളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഇതുവരെ സംഭവിച്ചതൊക്കെ നമുക്കങ്ങ് മറക്കാം. ഇനിയെങ്കിലും സ്നേഹത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കാം. നിന്റെ ഒന്നും ഉപദേശം എനിക്ക് വേണ്ട. ഇതേ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. അവളമാരുടെ ഒരു ഉപദേശം. എത്ര പറഞ്ഞാലും ഇവരുടെ ഒന്നും തലയിൽ കേറില്ല. ഏടത്തി, പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു. ഇപ്പൊ ഉടൻ തന്നെ ദൈവം പണി കൊടുക്കുന്ന കണ്ടോ? വേണ്ട നന്ദിനി, ആരുടെയും സങ്കടത്തിൽ നമ്മൾ സന്തോഷിക്കരുത്. അവരെത്ര വലിയ ശത്രുക്കളായാലും വിവരക്കേടും ബുദ്ധിയില്ലായ്മയും കൊണ്ടാ ഇവര് നമ്മളോട് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കതങ്ങ് ക്ഷമിക്കാം. ഏട്ടത്തി ക്ഷമിച്ചോ. പക്ഷേ ഞാൻ അത്ര വിശാല മനസ്കൊന്നും അല്ല. ചെയ്ത് കൂട്ടിയതിന്റെ ഫലം അനുഭവിച്ച് തന്നെ തീർക്കണം. എത്രയൊക്കെ ദ്രോഹിച്ചാലും എനിക്കവളെ വെറുക്കാൻ കഴിയില്ല. അവള് എന്റെയും കൂടി അല്ലേടി. എത്ര കിട്ടിയാലും ഏട്ടത്തി പഠിക്കില്ല. എങ്ങനൊരു പാവം. ഗൗരി നിൽക്ക്. അവര് പറഞ്ഞൊന്നും ഗൗരി കാര്യമാക്കണ്ട. ദേ ഗൗരിക്ക് ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ? ആശ്വസിപ്പിക്കാൻ വന്നേക്കുന്നു. എനിക്കൊന്നും കേക്കണ്ട. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ ഗൗരി. ഞാനൊന്ന് ചേടാ, ഇവളെന്തിനാ എന്നെ പുറത്താക്കി കഥോടെ കളഞ്ഞത്? ഇവളുടെ ദേഷ്യം കണ്ടാത്തൊന്നും എന്റെ കുഴപ്പം കൊണ്ടാ ഗർഭം പോയെന്ന്. ഗൗരി, ഗൗരി, ഗൗരി,
എടി നീ എടുത്തിയാടിയൊന്നും ചെയ്യല്ലേ. ഷേടാ ഗൗരി, നീ ഒന്ന് വാതിൽ തുറക്ക്. വാതിലും തുറക്കും മോളെ. എടി നീ എടുത്തിയാടിയൊന്നും ചെയ്യല്ലേ ഗൗരി. മോളെ നീ ഒന്ന് വാതിൽ തുറക്ക്. ഗൗരി നീ ഒന്ന് വാതിൽ തുറക്ക്. ഞാനല്ലേ പറയുന്നൊന്ന് കേക്കാൻ. മോനെ രാജീവേ, എന്തിനാ നീ ഇങ്ങനെ വാതിൽ തട്ടുന്നേ? കണ്ടില്ലേ വല്യജാം, ഗൗരി എന്നെ പുറത്താക്കി വാതിൽ അടച്ചളഞ്ഞു. ഗൗരി അവൾ അകത്തിരുന്ന് കരയുക വല്യജ. തൽക്കാലം നീ അവളെ ശല്യം ചെയ്യണ്ട. കുറച്ചു നേരം അവൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. കുഞ്ഞു നഷ്ടപ്പെട്ട ദുഃഖം അതനുഭവിച്ചവർക്കേ അറിയാവൂ. അപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല വല്യജ. രാജീവേ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അതാ. 10 മാസം കുഞ്ഞിനെ സ്വന്തം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിക്കുന്നത് സ്ത്രീയാ. എന്നാൽ അകലെ നിന്ന് മാത്രം കുഞ്ഞിന്റെ വളർച്ച നോക്കിക്കാണുന്നവരാ നമ്മളാണെന്ന്. അതിന് അവളിങ്ങനെ അകത്തിരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പോയ കുഞ്ഞ് തിരിച്ചു വരുമോ? നീ ചോദിച്ച ശരിയാ. പോയ കുഞ്ഞ് തിരിച്ചു വരില്ലായിരിക്കാം. പക്ഷേ ആ സങ്കടത്തിൽ നിന്ന് തിരിച്ചു കയറാൻ നീ ഒരല്പം സമയം ഒക്കെ കൊടുക്ക്. അതുവരെ മോൻ അവളെ ശല്യം ചെയ്യല്ലേ. അവൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ഗൗരി, ഗൗരി, എടി നീ വാതിലും തുറക്ക്. സഹിക്കാൻ വയ്യാത്ത വയറുവേദനയായിട്ടാ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞത്. ഡോക്ടറെ വിളിച്ചിരുന്നു. ഇയാളെന്നെ കൊന്നു തന്നെ. എന്റെ ഈശ്വരാ. സദാനന്ദ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിന്റെ പേരിൽ വഴക്ക് വേണ്ട. എല്ലാവരും നല്ല വിഷമത്തിലാണ്. വിഷമിച്ചിട്ട് എന്ത് കാര്യം? നഷ്ടപ്പെട്ടതൊരു കുഞ്ഞാ. എൻ്റെ മോൻ്റെ കുഞ്ഞിനെ ലാളിക്കാനും വളർത്താനും എത്ര നാളായിട്ട് കൊതിക്കുന്നതാ. ഒടുവിൽ ദൈവം അനുഗ്രഹിച്ചു ഒന്നിനെ കിട്ടിയപ്പോ അതിന്റെ കാര്യം ദേ ഇങ്ങനെയായി. അതിപ്പോ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ സദാനന്ദ. കുറ്റം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയൂ. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാരണമായത് ഒരേ ഒരാളാ. അയാളുടെ കുഴപ്പം കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്. ആരുടെ കാര്യമാണ് സദാനന്ദൻ ഈ പറയുന്നേ? വേറെ ആരാ? എന്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒരുത്തി ഇവിടെ കയറി താമസിക്കുന്നുണ്ടല്ലോ, ഭാനുമതി. അവള് തന്നെ. എന്റെ കുറ്റം? അത് ഞാനെന്താ തെറ്റിയത്? ഗർഭിണികളായാലേ അങ്ങനെയാ. ചിലപ്പോ അപോഷണം എന്നൊക്കെ വരും. അവൾ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. സ്വന്തം മകനെയും മരുമകളെയും കൂട്ടി അവൾ ഇവിടെയാണോ മഹേഷേട്ട താമസിക്കണ്ടേ? ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. അത് നടക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. അവളുണ്ടല്ലോ, വിഷം മാത്രം തുപ്പുന്ന ജന്തു, എന്റെ ഭാര്യ. അവളോട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പോകാൻ മഹേഷേട്ടൻ പറയണം. അത് കൊള്ളാലോ. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിയത് തന്നെ. എനിക്ക് ഇന്നലെ പനിയെന്ന് പറയും. ഒരിളക്കക്കാരൻ വന്നിരിക്കുന്നു. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഭാനുമതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവളോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയുന്നത് ശരിയാണോ? പറച്ചിലിന്റെയും പ്രവൃത്തിയുടെയും എല്ലാം സമയം കഴിഞ്ഞില്ലേ? ഇനി ചാണക വെള്ളത്തിൽ ചൂലുമുക്കി അടിച്ചിറക്കണോ അവളെ? അയ്യോ, എന്നെ ചാണകവെള്ളം മുക്കി അടിച്ചിറക്കണമെന്നോ? നിങ്ങൾക്ക് എന്തിട്ട് കേടാ? മര്യാദയ്ക്ക് ആ വീട്ടിലെങ്ങനെ കിടന്നുവിടായിരുന്നോ? മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാ. ആ ഭാഗ്യം ഇവിടെ മാത്രം മതിയോ മഹേഷേട്ടാ? എന്നെ അവിടെ ഒറ്റയ്ക്കാക്കി ഇവിടെ വന്ന് ഇത്രയും ദിവസം വന്നിരിക്കാൻ അവക്ക് എങ്ങനെ മനസ്സ് വന്നു? നിൽക്കുന്നത് മര്യാദക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇതങ്ങനെയാണോ? ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി കുടുംബം കലക്കാനല്ലേ അവൾ നോക്കുന്നത്? അതുകൊണ്ടല്ലേ സ്വന്തം മകന്റെ കുഞ്ഞു പോലും ഇങ്ങനെ ഇല്ലാതായി പോയത്. ഇന്നത്തോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കും. അയ്യോ, എന്റെ കാര്യം തീർന്നു. എവിടെ അവള്? ഭാനുമതി അകത്തെവിടെ ഉണ്ട്. വല്ലാതെ വിഷമിച്ചിരിക്കുക പാവം. വിഷമം? അവളുടെ വിഷമം ഇന്ന് ഞാൻ മാറ്റി കൊടുക്കാം. സദാനന്ദ,
വരുന്നുണ്ട് ഈശ്വര. തളർന്നു കിടക്കാം, ഇല്ലെങ്കിലേ വരുന്ന വഴിക്ക് എനിക്കിട്ട് കിട്ടും. ഭാനുമതി, എടി ഭാനുമതി. ഞാനത് എവിടെയാ? സതുവേട്ടനോ? എപ്പോ വന്നു? നമ്മുടെ മോന്റെ കുഞ്ഞ് പോയി സതുവേട്ട. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? നിർത്തടി നിന്റെ പൂങ്കണ്ണീര്.